ഓസ്ട്രേലിയയിലേക്ക് കെറ്റാമിൻ ലഹരി കയറ്റി അയച്ച കേസിൽ പിടിയിലായ ഡിയോൾ, അഞ്ജു എന്നിവരെ NCB കസ്റ്റഡിയിൽ വാങ്ങും. പഞ്ചാലിമേട് റിസോർട്ട് ഉടമകളായ ദമ്പതികൾക്ക് ലഹരി ഇടപാടിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കും. ഡിയോൾ 2019 മുതൽ ലഹരി ഇടപാട് നടത്തുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ NCB കടക്കുന്നത്. ഇവരെ സംബന്ധിച്ച് എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്? അതായത് ഈ എഡിസന്റെ വീട്ടിൽ റെയ്ഡ് നടന്ന അതേ സമയത്ത് തന്നെയാണ് NCB പാഞ്ചാലിമേടുള്ള ഇവരുടെ സൺസെറ്റ് വാലി എന്ന റിസോർട്ടിൽ റെയ്ഡ് നടത്തുന്നത്. ഇവർ 2023-ൽ ഇവർ ഓസ്ട്രേലിയയിലേക്ക് എത്തിയൊരു പാഴ്സൽ NCB പിടികൂടിയിരുന്നു. അതിനെ ചുറ്റിപ്പറ്റി നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവരിലേക്ക് ഈ ദമ്പതികളായ അഞ്ജു ഒപ്പം ഡിയോൾ ഇവർ രണ്ടുപേരിലേക്കും NCBയുടെ അന്വേഷണം എത്തിയത്. ഇവരെ രണ്ടുപേരെയും NCB അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ കസ്റ്റഡി അപേക്ഷ നാളെ തന്നെ സമർപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. 2019 മുതൽ ഡിയോളും അഞ്ജുവും ചേർന്ന് ഇത്തരത്തിൽ ലഹരി കടത്ത് ഓസ്ട്രേലിയയിലേക്ക് കെറ്റാമിൻ പോലുള്ള മാരക ലഹരികൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നാണ് NCB കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ എഡിസൺ കെറ്റാമലോൺ ഡ്രഗ് കാർട്ടലിന്റെ അമരക്കാരനായ അല്ലെങ്കിൽ ഈ എഡിസനുമായി ഇവർക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ കാർട്ടലുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് അല്ലെങ്കിൽ ഈ ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരിക്കടത്തുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് NCB അന്വേഷിക്കും. ഇവർ രണ്ടുപേരും സഹപാഠികളാണ്. ഒപ്പം തന്നെ എഡിസനൊപ്പം പിടികൂടിയ അരുൺ തോമസ്, ഇവർ 3 പേരും സഹപാഠികളാണ് എന്ന് NCB മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവർ ബിടെക് ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കെറ്റാമലോൺ ലഹരി ഇടപാടുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ ദമ്പതികൾക്കുണ്ടോ എന്ന കാര്യം ഇവർ പരിശോധിക്കുന്നുണ്ട്. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.